ഹായ്, ഇത് ഈ അടുത്ത കാലത്തെടുത്ത വ്ളോഗൊന്നുമല്ല. കുറച്ച് നാൾ മുമ്പ്, അതായത് സൗമ്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എടുത്തൊരു കുറച്ച് വീഡിയോസാണ്. അതെല്ലാം കൺജോയിൻ ചെയ്തിട്ട് ഒരു വ്ളോഗ് കണക്കൊരു വീഡിയോ ആക്കിയതാണ്. സോ ഈ വീഡിയോയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിഞ്ചസ്റ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ താമസിക്കുന്നത് തന്നെ അത്രത്തോളം ദൂരമൊന്നുമില്ല, ഒരു 10-20 മൈൽ ഡിസ്റ്റൻസിലുള്ളൊരു പ്ലേസാണ് വിഞ്ചസ്റ്റർ. സോ ആ സമയത്ത് കാറൊക്കെ ഒരു ന്യൂ ഡ്രൈവറായിട്ടുള്ള ടൈമായിരുന്നു. അപ്പം കാറെടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വിഞ്ചസ്റ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് വിഞ്ചസ്റ്ററിലോട്ട് പോകുന്നത്. സോ വിഞ്ചസ്റ്ററിൽ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ നിശബ്ദമായ അല്ലെങ്കിൽ ശാന്തസുന്ദരമായ ഒരു സൈറ്റാണ്. അത്യാവശ്യം കാറുകളോ അല്ലെങ്കിൽ വണ്ടികളോ ഒക്കെ അത്രയൊന്നും ഇല്ല. ഒരു 40 മൈൽ അല്ലെങ്കിൽ 50 മൈലിലൊക്കെ പോകുന്ന ഒരു റോഡ് ടൈപ്പാണ്. നമ്മൾ കണ്ടോ, എന്തോ ഒരു ഭംഗിയായിട്ടാണ് ആ റോഡിൻ്റെ 2 സൈഡിലും പ്ലാന്റ് കൊണ്ടുള്ള ഫെൻസ് കണക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഡ്രൈവിങ് തന്നെ നമുക്ക് വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ റൂട്ടിലൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ, നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന കണക്ക് തന്നെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുക, പയ്യെ ഹാഫ് ക്ലച്ചിൽ പോവുക, അങ്ങനെയുള്ള സിസ്റ്റം ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിമിറ്റിൽ ജസ്റ്റ് വണ്ടി ഓടിച്ച് അങ്ങ് പോവുക. നമുക്ക് ആ ഒരു ലിമിറ്റിൽ വണ്ടി ഓടിച്ച് നല്ല ഒരു വൈബിലങ്ങ് പോവുക. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എത്തിയത് സെൻറ്റ് കാതറീൻസ് ഹിൽ എന്ന് പറയുന്നൊരു ഹില്ലാണ്. അപ്പം നല്ല കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ ഉള്ളൊരു ഹില്ലാണ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. എന്നിരുന്നാലും കയറ്റം അത്യാവശ്യം ഇച്ചിരി നല്ല കട്ടിയുള്ള കയറ്റമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്കല്ല, ഇച്ചിരി കുത്തനെയുള്ള കയറ്റമായിരുന്നു. അങ്ങനെ അതൊക്കെ കയറി ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ സൈറ്റൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ പോലും അവിടെ അത്യാവശ്യം ആൾക്കാരോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ഹില്ലിലോട്ട്. എനിക്കറിയത്തില്ല, ഹില്ല് കയറാനുള്ള മടിയുള്ളത് കൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങളങ്ങനെ ഹില്ലിലോട്ട് കയറാൻ പറ്റിയ ഒരു നല്ലൊരു റൂട്ട് ചൂസ് ചെയ്തു. അതായത് ഭയങ്കര ഹാർഡായിട്ടില്ലാത്ത ഒരു റൂട്ട് ചൂസ് ചെയ്തിട്ടാണ് കയറുന്നത്. വേറെയും സ്റ്റീപ്പായിട്ടുള്ള നേരെയുള്ള കയറ്റമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇതാണ് ഈ ഹില്ലിലെ തന്നെ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു വഴി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വഴി നോക്കിയത്. അപ്പോൾ അതിലെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി ഇറങ്ങിയൊക്കെ, അതായത് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയും നല്ല സൈറ്റൊക്കെ നോക്കിയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെയാണ് നമ്മളവിടെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പിന്നെ വ്ളോഗ് എടുക്കാനായിട്ട് എടുത്തൊരു വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇടുക്ക് വഴികളിലൂടെയും ഇവിടെ എന്നുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് പല വഴികളിങ്ങനെ കിടക്കുന്ന, ആൾക്കാർ നടന്നു പോയിട്ട് വഴി തെളിങ്ങിയ വഴികൾ, ആ വഴികളിലൂടെയൊക്കെ ജസ്റ്റ് നടന്നു പോയി. ഇതാണ്ട് ഇപ്പം തന്നെ വേറൊരു ഫോറസ്റ്റ് കണക്കുള്ളൊരു 2 ഇടം കുറ്റിച്ചെടികളൊക്കെ നിറഞ്ഞിട്ട് സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആളെ മിസ്സായിപ്പോയി. ആളെ കാത്ത് ഞാൻ ഇരിക്കുകയാണ്. ആൾ ആ സമയത്ത് പതുക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നതൊക്കെ. അപ്പം അങ്ങനെ നല്ലൊരു സൈറ്റാണ്. അത്യാവശ്യം വിഞ്ചസ്റ്റർ മൊത്തത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ നിന്ന് വിഞ്ചസ്റ്റർ മൊത്തം കാണാൻ പറ്റുന്ന ഒരു ഹില്ലാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് മൊത്തത്തിലായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നല്ല സൈറ്റായിട്ട് കാണാൻ പറ്റി. വിഞ്ചസ്റ്ററിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാൻ പറ്റി. ഇപ്പം ബൈനോക്കുലർ പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് ഓരോരോ ഏരിയ എവിടെയാണ്, ചർച്ച് എവിടെയാണ്, വിഞ്ചസ്റ്റർ കത്തീഡ്രൽ എവിടെയാണ്, വിഞ്ചസ്റ്റർ വൂൾസ്ലെ പാലസ് എവിടെയാണ്, ഇതൊക്കെ നമുക്ക് ബൈനോക്കുലർ വഴി സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ പോയത് സമ്മറിലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആകാശവും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സമയമാണ്. ഈ സമ്മർ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എല്ലാ ചെടികൾക്കും നല്ലതുപോലെ പച്ച ഇലയും പിന്നെ അത് കണക്ക് ആകാശമൊക്കെ കാണാൻ നല്ല ബ്ലൂ ആയിട്ടിരിക്കുന്നൊരു സമയമായിരിക്കും. സോ ആ സമയത്ത് അടിപൊളിയായി. എവിടെ പോകാനാണെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സൂപ്പറായിരിക്കും ആ സമയത്ത്. സോ നമ്മൾ ഈ പറയുന്ന കണക്ക് ആൾക്കാർ നടന്ന് തെളിഞ്ഞ വഴികളിലൂടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടുത്തമില്ല. പോകാനായിട്ട് വേറെ ആൾക്കാർ ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ആൾക്കാർ പോകുന്ന റൂട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇത് നമ്മൾ ആൾക്കാർ നടന്ന വഴി നടക്കാത്ത വഴിയൊക്കെ ആയിട്ട് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് ഏതെങ്കിലും നല്ല സൈറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ടോപ്പ് പാർട്ടിൽ ഇങ്ങനെ നടക്കുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരാളെ കണ്ടത്. എനിക്ക് തോന്നുന്നു അവർ താഴോട്ട് ഇറങ്ങി, അവർ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുക.
അപ്പം നമ്മളും ജസ്റ്റ് ഇത് കണക്ക് ചുമ്മാ ആംബിയൻസ് ഉള്ള സ്ഥലം എന്നുള്ളത് കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ജസ്റ്റ് ഒരു എക്സസൈസ് പോലെയൊക്കെ നടക്കുകയാണ്. പിന്നെ സ്ഥലം കാണുക, അതിൻ്റെ ടോപ്പ് പാർട്ടിൽ നമ്മൾ എത്തണം എന്നുള്ളൊരു ചിന്തയായിട്ട് ഇത് നടന്നു. അങ്ങനെ അവസാനം ടോപ്പ് പാർട്ടിൽ എത്തിയപ്പോഴാണ് അടിപൊളി ഒരു ഫോറസ്റ്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു പ്ലെയിൻ ലാൻഡായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോറസ്റ്റ് അതിൻ്റെ ടോപ്പ് പാർട്ടിൽ കിടക്കുന്നു. അത് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആക്കി. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നേരം ഒരു പ്ലെയിൻ ലാൻഡിലൂടെ നടന്ന് നമ്മൾ പെട്ടെന്നൊരു ചെറിയൊരു ഫോറസ്റ്റ് കയറിയൊരു ഫീലാണ് വന്നത്. കണ്ടോ, കാട് പിടിച്ച സ്ഥലങ്ങൾ. നമ്മൾ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോകുന്നൊരു വൈബ് കണക്ക് എനിക്ക് അവിടെ തോന്നിയത്. അകത്ത് കയറിയപ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വന്ന അഡ്വഞ്ചർ പാർക്കാണ്. ആ അഡ്വഞ്ചർ പാർക്കിൽ പോകുന്ന ഒരു ഫീലും എന്താ ഒരു പച്ചപ്പ്, എന്നാൽ തിക്ലി അല്ലെങ്കിൽ ക്ലോസ്ലി ആയിട്ടുള്ള മരങ്ങളല്ല, നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ള വഴികളുമാണ്. സൈഡിൽ ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞായറാഴ്ചയായിട്ടും ഈ പട്ടിയെ കൊണ്ട് വോക്കിനൊക്കെ നടക്കുന്ന കുറച്ച് ആൾക്കാരും പിന്നെ ഞങ്ങളും ഈ പറയുന്ന കണക്ക് ആ ഒരു ആൾക്കാർ നടന്നു പോയ വഴി കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. പെട്ടെന്ന് 3 വഴിയൊക്കെ ആൾക്കാർ നടന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വഴി നമ്മൾ ചൂസ് ചെയ്തങ്ങ് നടക്കുവാണ്. അല്ലാതെ ഇതാണ് കറക്റ്റ് വഴിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ഓക്കെ ഇങ്ങനൊരു വഴി കണ്ടു, അതിലങ്ങ് നടന്നു പോകുന്നു. ഇനി തിരിച്ചെങ്ങനെ ഇറങ്ങി പോകേണ്ടത് അതൊന്നും ഒരു പിടുത്തവും ഇല്ല. പക്ഷേ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഭൂമി ഉരുണ്ടതാണല്ലോ എന്ന് പറയുന്ന കണക്ക് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവസാനം കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എങ്ങനെയായാലും എത്താറുണ്ട്. ആ ഫോറസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു പ്ലെയിൻ ലാൻഡിലോട്ട് കടന്നു. സോ പ്ലെയിൻ ലാൻഡിലോട്ട് കയറാതെ തന്നെ ഞങ്ങൾ ഫോറസ്റ്റിൽ അവിടെ ഒരു തടി ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ ഇരിക്കാൻ പറ്റുന്ന കണക്ക് ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ പല പല ആംഗിളിലായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടോ, നല്ല വൈബല്ലേ, ഗ്രീനായിട്ടിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പം ആ ഒരു രീതിയിൽ വീഡിയോ എടുക്കാൻ നോക്കിയൊക്കെ ചെയ്യും. നല്ല സൗണ്ടാണ് അവിടെ, അതായത് നല്ല കിളികളുടെയും ഒരു നമ്മൾ എന്താ പറയുക, ചില സമയത്ത് അഡ്വഞ്ചർ പാർക്കും ചില സമയത്ത് നമ്മുടെ അനന്തഭദ്രം സിനിമയിലെ ശിവക്കാവ്, ഇങ്ങനെയൊക്കെ പല പല ഒരു ആംബിയൻസാണ് എനിക്ക് കയറാറുള്ളത്. ഒന്നും ചെയ്യാതെ അവിടെ നമ്മളിരുന്ന് ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ സൂര്യരശ്മികളും കണ്ട് ആ ഒരു പച്ചപ്പും കണ്ടൊക്കെ ഇരിക്കുക അടിപൊളിയാണ്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഫോറസ്റ്റിൻ്റെ വെളിയിലോട്ടിറങ്ങുമ്പോഴാണ് ഇതാണ് ബക്സർ ഹില്ലിൻ്റെ വേറൊരു ഭാഗം. ഇവിടെ നിന്നാലും നമുക്ക് അടിപൊളി ആംബിയൻസാണ്. ഞാൻ റൗണ്ടായിട്ട് 360 ആയിട്ട് ഒരു വ്യൂ എടുത്തതാണ്. ഇവിടെയും സെറ്റ് ആംബിയൻസാണ്. മീൻസ് ലൈക്ക് വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് വേറൊരു രീതി, ഫോറസ്റ്റിലിരിക്കുന്ന വേറൊരു രീതി, പ്ലെയിൻ ലാൻഡിലിരിക്കുന്ന വേറൊരു രീതിയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു കുറ്റിച്ചെടിയുണ്ട്. കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ക്രിസ്മസ് ട്രീയുടെ വലിപ്പമുള്ള ഒരു കുറ്റിച്ചെടി. ആ കുറ്റിച്ചെടിയുടെ സൈഡിലായിട്ട് സൺലൈറ്റ് സ്ലാൻഡിങ് ആയിട്ട് വീശുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഷാഡോ വന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയും അല്ലെങ്കിൽ നടന്നതിൻ്റെ ക്ഷീണത്തിന് ചുമ്മാ ഒന്ന് കിടക്കാമെന്നൊക്കെ വെച്ച് അവിടെ ഇരുന്നതാണ്. ആൾക്ക് കാല് കഴിച്ചത് കൊണ്ടും പിന്നെ നമ്മൾ അത്രയും നേരം നടന്നതുകൊണ്ടും ജസ്റ്റ് ആ ഒരു സ്പോട്ട് കിട്ടിയപ്പോഴേക്കും ചുമ്മാ കുറച്ച് നേരം കിടന്ന് ഫോണൊക്കെ നോക്കി സംസാരിച്ചിരിക്കാമെന്ന് വെച്ച് ജസ്റ്റ് അവിടെ നിന്ന് കിടന്നതാണ്. എന്നിരുന്നാലും അടിപൊളിയല്ലേ, അത്രയും വെയിലുള്ള ഭാഗത്ത് ചെറുതായിട്ടൊരു ഇത്രയും പൊക്കമുള്ളൊരു കുറ്റിച്ചെടിയും അവിടെ കിടക്കാൻ പറ്റിയൊരു ഏരിയയും അവിടെ കുറച്ച് നേരം കിടന്ന് ഞാൻ അത്യാവശ്യം ഒരു 10 മിനിറ്റ് ഉറങ്ങിയ കണക്കായിപ്പോയി. എന്നിട്ട് ചുമ്മാ രണ്ടുപേരും കിടന്ന് ആ ഒരു അപ്പർ ആംഗിളിൽ വീഡിയോ ഒക്കെ എടുത്ത് ഒരു രസം. ഇത് ഞങ്ങൾ റീൽ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ആ റീൽ ഇടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ കിടന്നതാണ് അവസാനം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ തോനെ നേരം അല്ല, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് അവിടുത്തെ ആംബിയൻസും ആ ഒരു സൗണ്ടും ആകാശം നോക്കി കിടക്കാൻ തന്നെ അടിപൊളിയാണ്. ആ നീല ആകാശമാണ് ഈ സമ്മറിലുള്ളത്. അത് കണ്ടോ, ആകാശത്തിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ. നമ്മൾ മേഘങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അതിനെ പല പല ക്യാരക്ടേഴ്സായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനിൽ തോന്നുന്ന എന്ത് ക്രീച്ചറായിട്ടും നമുക്കതിനെ ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി മേഘങ്ങളാണ്. ഇനി ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ വൂൾവെസ്ലെ കാസിൽ എന്ന് പറയുന്നൊരു കാസിലാണ്. ഈ വിഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഈ വിഞ്ചസ്റ്റർ. അവിടുത്തെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വിഞ്ചസ്റ്ററിലൊരു വലിയ കത്തീഡ്രലുണ്ട്, അതായത് നമ്മളുടെ പള്ളി. ആ പള്ളിയിലെ ചർച്ചിലെ ബിഷപ്പിൻ്റെ ഹൗസായിരുന്നു ഈ പറയുന്ന പാലസ്. ഈ പാലസ് ഇപ്പം റൂയിൻഡായി, അതായത് ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചു പോയി. എന്നിരുന്നാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണക്ക് ഉള്ളൊരു പാലസായിട്ട് നമുക്കിതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളി. ഇതിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോരം വലുതായിരുന്നിരിക്കും. ആ ഒരു റബിൾ മേഷനറി കണ്ട കല്ലുകൊണ്ട് പ്രാചീന കാലത്ത് നിർമ്മിച്ച അത്രയും വലിയ കൊട്ടാരമാണ്. എന്നിരുന്നാലും കുറേ നാളത് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നത് റൂയിനായി പോയതാണ്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറി നല്ല അടിപൊളി ആ ഒരു ചരിത്രം ഉറങ്ങുന്ന സൈറ്റ് കണക്കുള്ളൊരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടും. പ്രത്യേകതരം അന്നത്തെ പണ്ട് കാലത്തെ കല്ല്. ഇപ്പം അടുത്തിടയ്ക്കുള്ള ചർച്ച്, അതായത് ഒരു 100-300 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും ആ ഒരു നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾക്ക് വേറൊരു ഡിസൈനാണ്. എന്നാൽ ഇതിൻ്റെ
രീതി നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളാണ്. അതായത് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചല്ലെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുള്ള റബിൾ മേഷണറി ആർക്കിടെക്ചറാണ് ഈ വൂൾവെസ്ലെ പാലസിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് അതുകൊണ്ട് അതെല്ലാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കിക്കാണുവാണ്. സമ്മർ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെ വെയിലുണ്ട്. എന്നാൽ ചെറിയൊരു ഈ പറയുന്ന കണക്ക് തണുപ്പുമുണ്ട്. നാട്ടിലെ കണക്ക് വെയിൽ, പക്ഷേ അത്രത്തോളം നമുക്ക് രൂക്ഷമായിട്ട് വെയിൽ ഫീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യാത്തത്. അപ്പം എന്നിരുന്നാൽ ടാൻ അടിക്കുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ. ടാൻ നന്നായിട്ട് അടിക്കും. എന്നിട്ട് ഞാൻ സെൻട്രൽ പാർട്ട്, ആ പാലസിൻ്റെ സെൻട്രൽ പാർട്ട് എന്നിട്ട് ചുമ്മാ 360 ഡിഗ്രിയിൽ എങ്ങനെയാണ് ആ പാലസ് കാണുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒരു വ്യൂ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു പാലസിൻ്റെ. ഇടയ്ക്കൊരു ലോണൊക്കെ ഉണ്ട്. ലോണൊക്കെ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ്. എന്നിരുന്നാലും പാലസിൻ്റെ വെളിയിലൊരു ചെറിയ ടീ ഷോപ്പ് കണക്കുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. അത് നല്ല ഒരു ആംബിയൻസ് ഉള്ളതാണ്. അത്യാവശ്യം കണ്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെയുള്ളതാണ്. അതിന് തൊട്ടടുത്തായിട്ട് ബിഷപ്പ് ഓഫ് വിഞ്ചസ്റ്റർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഓഫീസാണെന്ന് തോന്നുന്നു. ആ ഓഫീസ് കണ്ടപ്പോൾ നല്ലൊരു തുറന്ന് കിടക്കുന്നൊരു ഗേറ്റ്, ചുമ്മാ ജസ്റ്റ് അതിലോട്ടൊന്ന് കയറി നോക്കാം. നല്ലൊരു വീടൊക്കെ കിടക്കുന്നത്, നല്ലൊരു സൈറ്റ് കണക്ക്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വെച്ച് കയറിയതാണ്. ഇത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ബിൽഡിംഗ് ഒന്നുമല്ല. അതൊരു അവരുടെ ഒരു ഓഫീസാണ്. ആ ഒരു ഓഫീസ് ജസ്റ്റ് അകത്തോട്ട് കയറി ഒന്ന് കണ്ടു. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറ്റി. നല്ല അണ്ടർ ആംഗിൾ വീഡിയോ, നല്ല രീതിയിൽ ആ ഒരു നീലാകാശവും ആ സൈഡിൽ റെഡിഷും ഗ്രീനിഷും ആയിട്ടുള്ള ചെടികളും ആ ഒരു നല്ല ബിൽഡിങ്ങും. പണ്ട് കാലത്തുണ്ടാക്കിയ എന്തോ ബിൽഡിങ്ങാണ്. ഈ ഇപ്പോഴത്തെ പുതിയ ഹൗസുകൾക്ക് ഇങ്ങനെയുള്ള കല്ല് കൊണ്ടുള്ള ബിൽഡിങ് ഇവിടെ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കുന്ന ഇംഗ്ലണ്ടിലെ ബിൽഡിങ്സ് എല്ലാം, ഇംഗ്ലണ്ടല്ല UK തന്നെയും കല്ലുകൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്സ് എല്ലാം ഒരു പ്രത്യേക അടിപൊളി ക്ലാസിക് വിൻറ്റേജ് ലുക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വിഞ്ചസ്റ്ററിലെ ചരിത്ര പ്രാധാന്യമായ കത്തീഡ്രലിലോട്ടാണ് നമ്മളെത്തിയത്. ഇതാണ് വിഞ്ചസ്റ്ററിൻ്റെ കത്തീഡ്രൽ. വിഞ്ചസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖമുദ്ര എന്നെടുത്ത് പറയാൻ പറ്റിയ ഒരു ചർച്ചാണിത്. ആ ചർച്ചിനകത്ത് ഞങ്ങൾ കയറി. ഞാൻ ചർച്ചിനകത്തുള്ള വീഡിയോസ് അത്രയും ഷൂട്ട് ചെയ്തില്ല. ഞാനൊരു ലൈബ്രറി കയറിയപ്പോൾ എനിക്കത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പഴയ ബുക്കുകളൊക്കെ കണ്ടപ്പോഴേക്കും. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൻ്റെ ഒരു സ്മാരകമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത്. ഫ്രണ്ടിലൊരു പട്ടാളക്കാരൻ തോക്ക് പിടിച്ചിരിക്കുന്ന സീനും എല്ലാം. നമുക്ക് സിനിമയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഹൊറർ പടത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചർച്ച എടുക്കുക. ഇതൊക്കെ പറ്റിയ അറ്റ്മോസ്ഫിയറും പറ്റിയ ചർച്ചുമാണ് ഈ വിഞ്ചസ്റ്റർ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അകത്തെ വീഡിയോ ഞാൻ അത്രത്തോളം എടുത്തില്ല. അകത്താണെങ്കിലും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശംസിക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വ്ളോഗ് കുറച്ച് എൻ്റെ കയ്യിൽ കിടന്ന റിമൈനിങ് വീഡിയോസുകൾ ചേർത്താണ്. അപ്പോൾ അമ്മ വന്ന സമയത്തുള്ള, അതായത് ഇത് ഞങ്ങൾ രണ്ടാമത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. സൗമ്യ പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളതായിരുന്നു ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ട് അവൻ പയ്യനുണ്ടായതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസിൻ്റെ പാർട്ടുമാണിത്. ഇനി ഞാൻ കത്തീഡ്രലിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഒരു റീലിട്ട വീഡിയോ ആണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര. ഏകദേശം വൈകുന്നേര സമയമായി. അപ്പോൾ വൈകുന്നേരം തിരിച്ച് വരാൻ നേരത്ത് റോഡ് സൈഡിൽ അടിപൊളി ഒരു പ്ലെയിൻ ലാൻഡ്, നല്ല ഗ്രീനിഷായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെയൊക്കെ വാൾപേപ്പർ കണക്കൊരു ഗ്രീൻ ലാൻഡിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. അത് ഞങ്ങളിങ്ങനെ കണ്ടു, എൻജോയ് ചെയ്തു. ഇത് വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ആൾക്കാർക്ക് ഇവിടെ എൻട്രി പെർമിഷൻ ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ അടിപൊളി സൈറ്റ് കണ്ട് അവിടെ പെർമിഷൻ ഉണ്ടോ ഇല്ല അതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ജസ്റ്റ് വണ്ടി നിർത്തും, ഞങ്ങൾ ഇറങ്ങും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. എല്ലാവരും ഇനി അടുത്ത വീഡിയോസ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.